സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആൾത്തിരക്കിൽ സുഗുണൻ മാഷ് വ്യത്യസ്തനാണ്. കാഴ്ചയില്ലെങ്കിലും കലോത്സവം ഉൾക്കണ്ണുകൊണ്ട് കണ്ടാസ്വദിക്കുകയാണ് നല്ലൊരു ഗായകൻ കൂടിയായ ഈ കലാപ്രേമി. ഹൃദയം കൊണ്ട് കലോത്സവം കാണുന്നൊരാൾ. കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് സുഗുണൻ മാഷാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ വേദി ഓരോന്നും അടുത്തറിഞ്ഞ് മാഷ് കലോത്സവത്തിൽ അലിയുകയാണ്. കല ആസ്വദിക്കുന്നത് ഹൃദയം കൊണ്ടല്ലേ? അതിന് കാഴ്ച എന്തിനെന്നാണ് മാഷിന്റെ ചോദ്യം. കലോത്സവങ്ങൾ മാഷിനെന്നും ഹരമാണ്. പരമാവധി നേരിട്ടെത്തി ആസ്വദിക്കാനാണ് ഇഷ്ടം. കാഴ്ചയുടെ പരിമിതി ചിലപ്പോഴൊക്കെ യാത്രകൾ മുടക്കും. എന്നാലും പറ്റാവുന്നിടത്തോളം നേരിട്ടെത്തി കലായിനങ്ങൾ ആസ്വദിക്കുന്നു. സംഗീതവും വരികളും കേട്ടാൽ തന്നെ മാഷിന്റെ മനസ്സിൽ കല കളിയാടി തുടങ്ങും. കലയെ സ്നേഹിക്കുമ്പോഴാണ് നമുക്കതിനെ ആസ്വദിക്കുവാൻ തോന്നുന്നത്. നമ്മുടെ ഹൃദയം കൊണ്ട് ആസ്വദിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് വേദികളിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാനിന്ന് ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ട്രാവൽ ചെയ്ത് പല വേദികളിലേക്ക് പോകുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. സ്കൂൾ അധ്യാപകനായ സുഗുണൻ കലോത്സവത്തിന്റെ ഭാഗമാകുമ്പോൾ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കൂടെ കൂടും. കണ്ടതിലെ സന്തോഷം പങ്കുവെക്കും. വേദികളിലെത്താൻ കൈപിടിച്ച് കൂടെ നടക്കും. വൈകുവോളം മാഷ് കലോത്സവ നഗരിയിലുണ്ടാവും. വെളിച്ചത്തിന്റെ ലോകം അപരിചിതമെങ്കിലും മാഷിന് ഓരോ കലാരൂപവും ചിരപരിചിതമാണ്. ഗായകനും മിമിക്രി കലാകാരനുമൊക്കെയാണ് ഈ അധ്യാപകൻ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. 8-ാം തീയതി കലോത്സവം അവസാനിക്കും വരെ 30 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്നും മാഷ് നഗരത്തിലേക്ക് എത്തും. നാട്ടിലേക്കുള്ള അവസാന ബസ്സിലാവും തിരിച്ചുള്ള യാത്ര. കല കണ്ട് മനം നിറയുന്നവരാണ് നമ്മളിലേറെയും. അത്തരത്തിലുള്ള ആളുകളുടെ ഒഴുക്കാണ് കാണുന്നതും. എന്നാൽ കണ്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് കലയെ ആസ്വദിക്കാമെന്ന് തെളിയിച്ചുകൊണ്ടാണ് കലോത്സവ വേദികളിൽ സുഗുണൻ മാഷ് സജീവമാകുന്നത്. കലോത്സവം പൂർത്തിയാകും വരെ മാഷ് കലോത്സവ വേദിയിൽ ഈ കലാപ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകി കലാ ഇനങ്ങൾ ആസ്വദിച്ച് കൂടെയുണ്ടാകും. പ്രമോദ് പന്നിയോടിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.